അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ സമാധാനവും കരുണയും അനുഗ്രഹങ്ങളും നിന്റെ മേലുണ്ടാകട്ടെ. ലെബനനിൽ ആയിരക്കണക്കിന് മുസ്ലിങ്ങൾക്ക് മുന്നിൽ ഒരു ലെബനീസ് സ്ത്രീ അള്ളാഹുവിനെ വെല്ലുവിളിച്ചു. അവസാനം അവൾക്ക് സംഭവിച്ചത് നിനക്ക് വിശ്വസിക്കാനാവില്ല. അള്ളാഹുവിന് മഹത്വം. ഇത് ലെബനനിൽ നടന്ന ഒരു യഥാർത്ഥ കഥയാണ്. ലെബനനിൽ ജീവിച്ചിരുന്ന ഒരു സ്ത്രീ ഒരു എയർലൈൻ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു. ഒരു ദിവസം ജോലിസ്ഥലത്തെ ഒരു സഹപ്രവർത്തകൻ അവളെ പ്രശംസിക്കുകയും വിവാഹാഭ്യർത്ഥന നടത്തുകയും ചെയ്തു. അവർ വിവാഹിതരായി. ഈ സ്ത്രീ ഒരു മുസ്ലിം പുരുഷനെ വിവാഹം കഴിച്ചു. ഭർത്താവ് എല്ലാ ദിവസവും നമസ്കരിക്കുകയും ഇസ്ലാമിന്റെ പഠനങ്ങളും തത്വങ്ങളും പാലിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഭാര്യ നമസ്കരിക്കുന്നില്ലെന്നും ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പിന്തുടരുന്നില്ലെന്നും ഭർത്താവ് ശ്രദ്ധിച്ചു. എന്നിരുന്നാലും ഭർത്താവ് മനസ്സിൽ വിചാരിച്ചു, അവൾ ഭാവിയിൽ നമസ്കരിക്കും. ഇസ്ലാം എളുപ്പത്തിന്റെ മതമാണ്, കഠിനാധ്വാനത്തിൻ്റെതല്ല. ഇസ്ലാമിൽ നിർബന്ധം ഇല്ല, പ്രേരണയാണ് വേണ്ടത്. ഇസ്ലാം ശരിയായതും നേർവഴിയിലുള്ളതുമായ മതമാണ്. അത് പഠിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നവർക്കത് ഒരു വ്യക്തിയുടെ ആത്മീയവും ശാരീരികവും മറ്റുള്ളവരുമായുള്ള ഇടപാടുകളിലുമെല്ലാം ശരിയായ ജീവിതം നൽകുന്ന മതമാണെന്ന് മനസ്സിലാകും. ഭർത്താവ് പറഞ്ഞു, അവൾ വിശ്വസിക്കാത്ത ഒന്നിനും ഞാൻ അവളെ നിർബന്ധിക്കില്ല. ഞാൻ ക്ഷമയോടെ അവളെ മതത്തിന്റെ തത്വങ്ങൾ പഠിപ്പിക്കുകയും നമസ്കരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. അവൻ എല്ലാ ദിവസവും അവളുടെ മുന്നിൽ നമസ്കരിക്കുകയും ഇസ്ലാമിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. നമസ്കാരം ഉപേക്ഷിക്കുന്നവർക്കുള്ള ശിക്ഷയെക്കുറിച്ചും പ്രവാചകന്റെയും സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളുടെയും മനോഹരമായ കഥകൾ പറഞ്ഞ് അവളെ ഇസ്ലാമിലേക്ക് ആകർഷിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഈ വാക്കുകളൊന്നും അവൾക്ക് പ്രയോജനപ്പെട്ടില്ല. ദീർഘനാൾ അവൻ ക്ഷമയോടെ ശ്രമിച്ചെങ്കിലും അവൾ ഒരിക്കലും ഇസ്ലാമിൽ വിശ്വസിച്ചില്ല. അവൾ ഒരു മതത്തിലും വിശ്വസിച്ചിരുന്നില്ല, ഇസ്ലാം മാത്രമല്ല. വിവാഹശേഷം ഭർത്താവിന് മനസ്സിലായി താൻ ഭാര്യയാൽ വഞ്ചിക്കപ്പെട്ടുവെന്ന്. ഈ സമയത്തവൾക്ക് വയറ്റിൽ കടുത്ത വേദന അനുഭവപ്പെട്ടു. ഡോക്ടറെ കണ്ടപ്പോൾ അവൾ 7 മാസം ഗർഭിണിയാണെന്ന് വെളിപ്പെട്ടു. അവൾ ഒരു പെൺകുഞ്ഞിനെ ചുമക്കുകയായിരുന്നു. സാധാരണഗതിയിൽ ഒരു കുഞ്ഞ് വരുന്നുവെന്നറിയുന്ന ഏതൊരു ഭർത്താവും സന്തോഷിക്കും. എന്നാൽ ഈ ഭർത്താവിന് വിഷമമാണ് തോന്നിയത്. കാരണം അവൻ ഭാര്യയെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസം ഇല്ലായിരുന്നു. ഗർഭം ധരിക്കുന്നതിനു മുമ്പോ കുഞ്ഞ് ജനിക്കുന്നതിനു മുമ്പോ ഈ ബന്ധം അവസാനിപ്പിക്കാൻ അവൻ ആഗ്രഹിച്ചിരുന്നു. ഭർത്താവും ഭാര്യയും വീട്ടിലേക്ക് മടങ്ങി. ഭർത്താവിന്റെ വിഷമം ഭാര്യ മനസ്സിലാക്കി. അവൻ പറഞ്ഞു, ഈ ബന്ധം തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ നിന്നെ വിവാഹമോചനം ചെയ്യാൻ പോകുന്നു. അവൻ അവളെ മോചനം ചെയ്തു. അവർ വേർപിരിഞ്ഞു. കാരണം അവൾ ഒരു നിരീശ്വരവാദിനിയായിരുന്നു. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അവൾക്ക് ഇസ്ലാമിനോട് വെറുപ്പായിരുന്നു. ആകാശത്തുനിന്ന് വെളിപ്പെട്ട ഏതൊരു മതത്തോടും അവൾക്ക് വെറുപ്പായിരുന്നു. വിവാഹശേഷമാണ് ഭർത്താവിന് ഇത് മനസ്സിലായത്. അതിനാൽ അവൻ അവളെ വിട്ടുകുഞ്ഞിനെ അവൾക്കൊപ്പം വിട്ടു. ഈ സ്ത്രീ തന്റെ പെൺകുഞ്ഞിനൊപ്പം അമേരിക്കയിലേക്ക് യാത്ര ചെയ്തു, ഭർത്താവിൽ നിന്ന് അകന്ന് തന്റെ മകളെ അവനെ കാണാൻ അനുവദിക്കാതിരിക്കാൻ. അമേരിക്കയിൽ അവൾ ഒരു എയർലൈൻ കമ്പനിയിൽ ജോലി ആരംഭിച്ചു. ഒരു ദിവസം ജോലി സ്ഥലത്ത് ഒരു അറബ് രാജ്യത്ത് നിന്നുള്ള ഒരു സഹപ്രവർത്തകനെ കണ്ടു. അവൻ ഒരു മുസ്ലിമായിരുന്നു. നമസ്കരിക്കുകയും ജോലിക്കിടയിൽ ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ റമളാൻ മാസമായിരുന്നു. അവൻ ജോലിക്കിടയിലും ആരാധനകൾ തുടർന്നു. ഈ സ്ത്രീ അവനോടൊപ്പം ഒരേ മുറിയിൽ ജോലി ചെയ്തു. അവൻ ഖുർആൻ ഓതുന്നത് കണ്ടപ്പോൾ അവൾ ചിന്തിച്ചു, ഇതെന്താണ്? ഞാൻ ഭർത്താവിനെ വിട്ട് അമേരിക്കയിലെത്തിയെന്നിട്ടും എവിടെയും മുസ്ലിംകൾ എന്റെ ചുറ്റും പ്രത്യക്ഷപ്പെടുന്നു. എന്തൊരു ദൗർഭാഗ്യമാണ്. അവൻ നമസ്കരിക്കുകയും ഓ അല്ലാഹു, എന്റെ മകന്റെ രോഗം സുഖപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തത് അവൾ കണ്ടു. അവൾ അവനോട് ചോദിച്ചു, നീ എന്താണ് പറയുന്നത്? ആര് സുഖപ്പെടുത്തും? നിനക്ക് വട്ടായോ? ഞാൻ ഒരിക്കലും ദൈവത്തെ കണ്ടിട്ടില്ലെനിയും കണ്ടിട്ടില്ല. നീ ആരാധിക്കുന്ന ഒരു അജ്ഞാത ശക്തി എങ്ങനെ നിന്റെ മകനെ സുഖപ്പെടുത്തും? അവൻ മറുപടി പറഞ്ഞു, അല്ലാഹുവിനെ ഭയപ്പെടൂ. നീ എന്താണ് പറയുന്നത്? അല്ലാഹുവിൽ ശരണം തേടൂ. എന്റെ മകന് രോഗമുണ്ടാൻ അവനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. മനുഷ്യർ ദുർബലരാണ്. അല്ലാഹുവിന്റെ സഹായം കൂടാതെ ഒരു ശക്തിയുമില്ല. ഈ ലോകത്ത് രക്ഷയിലേക്കുള്ള ഏക മാർഗം അല്ലാഹുവാണ്. അവൾ അവനെ പരിഹസിച്ചു, നീ എന്താണ് പറയുന്നത്? നീ എന്നെ വെല്ലുവിളിക്കുകയാണോ? നീ നിന്റെ മകന്റെ സുഖത്തിനായി പ്രാർത്ഥിക്കുന്നു. ഞാനിപ്പോൾ എൻ്റെ മകളുടെ നാശത്തിനായി പ്രാർത്ഥിക്കുകയാണ്. ഓ അല്ലാഹു, എൻ്റെ മകളെ ഇപ്പോൾ വീട്ടിൽ വെച്ച് കൊല്ലണേ.
നിന്റെ അഭിപ്രായത്തിൽ എൻ്റെ മകൾ മരിക്കുമോ? തീർച്ചയായും മരിക്കില്ല, കാരണം ദൈവമില്ല. ഇതെല്ലാം വെറും വിഡ്ഢിത്തമാണ്. ഞെട്ടിയ അവൻ മറുപടി പറഞ്ഞു, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നീ എന്താണ് പറയുന്നത്? എന്തിനാണ് നിന്റെ മകളെ ശപിക്കുന്നത്? ഞാൻ ജീവിതത്തിൽ ഇതുപോലെ ഒരു കാര്യം കണ്ടിട്ടില്ല. റമദാൻ എന്ന പുണ്യമാസത്തിൽ നീ നിന്റെ മകൾക്കെതിരെ പ്രാർത്ഥിക്കുകയാണ്. അവൾ ധിക്കാരത്തോടെ മറുപടി പറഞ്ഞു, നീ എന്നെ വെല്ലുവിളിക്കുകയാണോ? ഞാൻ ദേഷ്യപ്പെട്ടു, അതിനാൽ എൻ്റെ മകൾക്കെതിരെ പ്രാർത്ഥിച്ചു. അവൾക്ക് ഒന്നും സംഭവിക്കില്ല. ഞാൻ ദൈവത്തെ വെല്ലുവിളിച്ചിരിക്കുന്നു. അവൻ അവളെ വിട്ടുപോയി, കാരണം അവൾ അതീവ ശാഠ്യക്കാരിയായിരുന്നു. അവൾ വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തി വാതിൽ തുറന്നപ്പോൾ ഒരു ഞെട്ടിക്കുന്ന കാഴ്ച അവളെ കാത്തിരുന്നു. അവളുടെ മകൾ കളിക്കുന്ന മുറിയിൽ ജീവനറ്റ് കിടക്കുന്നു. കളിപ്പാട്ടങ്ങൾ ചിതറിക്കിടക്കുന്നു. അവൾ നിലവിളിച്ച് കരഞ്ഞു. പെട്ടെന്നവൾ നിശബ്ദയായി, ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു, ഇസ്ലാം ശരിയായ മതമാണ്. ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു, അല്ലാഹുവല്ലാതെ ദൈവമില്ല, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ ദാസനും ദൂതനുമാണ്. അവൾ ദീർഘനാൾ മകൾക്കായി വിലപിച്ചു. ജോലി ഉപേക്ഷിച്ച് ലെബനനിലേക്ക് മടങ്ങി ഭർത്താവിൻ്റെ അടുത്തെത്തി. എല്ലാം അവനോട് വിവരിച്ചു. ഭർത്താവ് പറഞ്ഞു, നിന്റെ ശിക്ഷയാണ് ഇത്. ഒന്നാമതായി നീ അല്ലാഹുവിനെ വെല്ലുവിളിച്ചു. രണ്ടാമതായി നീ എൻ്റെ മകളെ എന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചു. കരഞ്ഞുകൊണ്ട് അവൾ മറുപടി പറഞ്ഞു, ഞാൻ ചെയ്ത വലിയ തെറ്റ് ഞാൻ സമ്മതിക്കുന്നു. ഈ ശിക്ഷ ഞാൻ അംഗീകരിക്കുന്നു. എൻ്റെ വലിയ പാപത്തിന് അല്ലാഹു എന്നോട് ക്ഷമിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിന്നോടും ക്ഷമിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. പിന്നീട് അവൾ ചോദിച്ചു, നീ എന്നെ വീണ്ടും വിവാഹം കഴിക്കുമോ? ഭർത്താവ് നിശബ്ദനായി കരഞ്ഞു. പിന്നെ പറഞ്ഞു, നിനക്ക് വേണ്ടി ഞാൻ കരയുന്നില്ല. ഇല്ല, നീ ഇസ്ലാമിലേക്ക് മടങ്ങിയതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. എൻ്റെ മകളുടെ നഷ്ടത്തിൽ ഞാൻ വിഷമിക്കുന്നില്ല, കാരണം ഇത് അല്ലാഹുവിൻ്റെ വിധിയാണ്. ഞാൻ അത് സ്വീകരിക്കുന്നു. ഞാൻ നിന്നെ വീണ്ടും വിവാഹം കഴിക്കാൻ സമ്മതിക്കുന്നു. അവർ വിവാഹ രജിസ്റ്ററിലേക്ക് പോയി വീണ്ടും വിവാഹിതരായി. അവൾ അവനോടൊപ്പം സന്തോഷകരമായ ജീവിതം നയിച്ചു. ഇസ്ലാം ശരിയും നീതിയുള്ളതുമായ മതമാണ്. അല്ലാഹുവിനെയോ ഇസ്ലാമിനെയോ വെല്ലുവിളിക്കുന്നവർക്ക് കഠിനമായ അനന്തരഫലങ്ങൾ നേരിടേണ്ടിവരും. ഈ കഥ ഇസ്ലാമിൻ്റെ സത്യവും അഹങ്കാരവും നിരീശ്വരതയും മൂലമുണ്ടാകുന്ന ഗുരുതരമായ പ്രത്യാഘാതങ്ങളും ഓർമ്മപ്പെടുത്തുന്നു. എന്നാൽ അല്ലാഹുവിൻ്റെ കരുണയും ഇത് എടുത്തുകാണിക്കുന്നു. ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുന്നവർക്ക് അവൻ്റെ ക്ഷമയുടെ വാതിലുകൾ തുറന്നിരിക്കുന്നു. ഈ കഥ വിശ്വാസികളെ ശക്തമായ വിശ്വാസത്തോടെ നിലനിൽക്കാനും എല്ലായ്പ്പോഴും വിനയത്തോടും കീഴ്പ്പെടലോടും അല്ലാഹുവിലേക്ക് മടങ്ങാനും പ്രേരിപ്പിക്കുന്നു. അല്ലാഹു നമ്മെ എല്ലാവരെയും നേർവഴിയിൽ നയിക്കുകയും നിരീശ്വരതയിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും കാത്തുരക്ഷിക്കുകയും ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.